നമസ്കാരം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി എന്തു പറയുന്നുവോ അതെല്ലാം അക്ഷരം പ്രതി ഒരു പൂച്ചക്കുട്ടിയെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർക്കാരിന് നൽകിയ നല്ല ഒന്നാന്തരം ഇടിവെട്ട് പണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിൽ തന്നെയുണ്ട്. അതുപോലെയല്ല, അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് മുഖ്യമന്ത്രിക്ക് നല്ല പോലെ അറിയാം. ആർലേക്കർ പണി തന്നാൽ പിന്നെ എല്ലാ പാർട്ടിയും, അതായത് CPM എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകും. മുഖ്യമന്ത്രി കസേര തന്നെ താഴേക്ക് വീഴുമെന്ന് പിണറായി വിജയന് നല്ല പോലെ അറിയാം. കാരണം ആർലേക്കർ RSSന്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ ആർലേക്കറെ കയറി ചൊറിഞ്ഞാൽ പണി ഏത് വഴി വരുമെന്ന് പിണറായിക്ക് പോലും അറിയാൻ പറ്റില്ല. പാർട്ടി ആസ്ഥാനത്തിരിക്കുന്ന നേതാക്കൾക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി ഭരണം അപ്പാടെ തകരും. അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ മുന്നിൽ പൂച്ചക്കുട്ടിയെ പോലെ പിണറായി നിൽക്കുന്നത്. ഗവർണർ എന്ത് പറയുന്നോ ഒരു മിണ്ടാട്ടവുമില്ലാതെ അക്ഷരം പ്രതി പിണറായി വിജയൻ അത് ചെയ്തു കൊടുക്കും മിനിറ്റുകൾക്കുള്ളിൽ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ പിണക്കാൻ സർക്കാർ ഇനി ഒരുക്കമേയല്ല. ഗവർണറുമായി ഏറ്റുമുട്ടിയാൽ തിരിച്ചടിയാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പോരിൽ നിന്നും സർക്കാർ മനസ്സിലാക്കിയതാണ്. ഗവർണർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യവും സർക്കാർ ചെയ്യില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി ഗവർണറെ കണ്ടു പറഞ്ഞതാണ്. മഞ്ഞുരുക്കൽ നയതന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. UGC കരട് നയത്തിനെതിരായി സർക്കാർ നടത്തിയ കൺവെൻഷനിൽ ഗവർണർക്കുണ്ടായ അതൃപ്തി പരിഹരിക്കാനായിരുന്നു മുഖ്യമന്ത്രി രാജ്ഭവനിൽ ഓടിയെത്തിയത്. UGC കരട് നയത്തിനെതിരെ സർക്കാർ നടത്തുന്ന കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ പിൻവലിക്കാൻ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. UGCക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഗവർണർ തുറന്നടിച്ചു. പങ്കെടുക്കുന്നവർക്ക് ഡ്യൂട്ടി ലീവും ഹാജറും നൽകണമെന്നും ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാടില്ല എന്ന് ഗവർണർ നിലപാടെടുത്തു. തെക്കൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് UGCക്കെതിരെ പോരിന് സർക്കാർ തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷൻ നിയമസഭയിലെ ശങ്കരൻ നാരായണൻ തമ്പി ഹാളിൽ സംഘടിപ്പിച്ചത്. ഗവർണറുടെ അഭിപ്രായത്തോട് യോജിച്ച മുഖ്യമന്ത്രി സർക്കുലർ പിൻവലിക്കാമെന്ന് ഉറപ്പു നൽകി. പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ഗവർണറെ ഫോണിൽ വിളിച്ച് സർക്കുലർ പിൻവലിച്ചു എന്ന് അറിയിച്ചു. എന്നാൽ സർക്കുലർ സർക്കാർ പിൻവലിച്ചില്ല. പരിപാടിയുടെ തലേന്ന് രാത്രി വൈകി സർക്കുലർ തിരുത്തുക മാത്രമാണ് ചെയ്തത്. സർക്കുലറിലെ വിഷയമെന്ന ഭാഗത്ത് UGCക്കെതിരെ എന്നതിന് പകരം നയത്തെക്കുറിച്ച് എന്ന കേവലമായ ഒരു ചെറിയ തിരുത്തൽ മാത്രമാണ് വരുത്തിയത്. ഇതിൽ ഗവർണർക്ക് വലിയൊരു അതൃപ്തി ഉണ്ടായി. അത് രാജ്ഭവൻ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. UGC നയത്തെ എതിർക്കുന്ന വൈസ് ചാൻസലർമാർ മാത്രം പങ്കെടുത്താൽ മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതോടെ മലയാള സർവകലാശാല VC ഒഴികെയുള്ളവർ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് ഓടിയെത്തിയത്. സന്ദർശനത്തിന് ഗവർണറെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായത്. സർക്കാർ കൂടിക്കാഴ്ച രഹസ്യമായി വച്ചെങ്കിലും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഗവർണർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. താൻ നിർദ്ദേശിച്ചിട്ടും സർക്കുലർ പിൻവലിക്കാതിരുന്നതിലെ അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയോട് തുറന്നു പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം എഴുതി തയ്യാറാക്കിയ കുറിപ്പ് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി. സർവകലാശാലകളിൽ സ്ഥിരം VCമാരില്ലാത്തതിന്റെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചതായാണ് സൂചന. UGCയുടെ പുതിയ നയപ്രകാരം VC നിയമങ്ങളിൽ സർക്കാരിന് പങ്കില്ല എന്ന് ഗവർണറും മറുപടി നൽകി. നേരത്തെ VC നിയമത്തിലടക്കം തുടർ നടപടികൾ ആവശ്യപ്പെട്ട മന്ത്രിമാരായ R ബിന്ദുവും P രാജീവും ഗവർണറെ കണ്ടിരുന്നു. സർവകലാശാല വിഷയങ്ങളിൽ ഇടപെട്ട മന്ത്രിമാർ തുടരെ പ്രസ്താവനകൾ നടത്തുന്നതിൽ തനിക്കുള്ള അതൃപ്തി മുഖ്യമന്ത്രിയെ ഗവർണർ അറിയിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.